KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഇന്റർനെറ്റ് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കൊച്ചി സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 മാസത്തിനകം തുടങ്ങുമെന്ന് ഡയറക്ടർ ബോർഡ് യോഗം. പാകിസ്ഥാന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ശക്തമായ മുന്നറിയിപ്പ്. തിരുകേശം ദർശിക്കാൻ മർക്കസിലേക്ക് വൻ ജനപ്രവാഹം. സമൂഹ നിർമ്മിതിയിൽ സാംസ്കാരിക അടയാളങ്ങൾക്കുള്ള പങ്ക് പ്രധാനമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഐസ്ക്രീം കേസ് സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിന്റെ പിളർപ്പ് അനിവാര്യമായ തിരിച്ചടിയാണെന്ന് മുജാഹിദ് മടവൂർ വിഭാഗം. കോഴിക്കോട് ബദവിമക്കം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. സ്കോളർഷിപ്പ് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയത് പിൻവലിക്കണമെന്ന് മൈനോറിറ്റി വെൽഫെയർ അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 മാസത്തിനകം ആരംഭിക്കാൻ ധാരണയായി. ദുബായിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ച് തീരുമാനമായത്. 2 മാസത്തിനകം കൊച്ചിയിൽ സ്മാർട്ട് സിറ്റിയുടെ പ്രത്യേക ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. ഉടൻ തന്നെ CEOയെ നിയമിക്കും. ഇതിനു പുറമെ ടീകോമിന്റെ വലിയ സംഘം കൊച്ചി ഓഫീസിൽ സേവനമനുഷ്ഠിക്കും. 5.5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. 6 മാസത്തിനുള്ളിൽ പദ്ധതി പ്രദേശത്ത് ആദ്യ കെട്ടിടത്തിന്റെ നിർമ്മാണം, റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാനും യോഗത്തിൽ ധാരണയായി. പദ്ധതി ചെയർമാൻ കൂടിയായ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ദുബായ് ഹോൾഡിംഗ് ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് അൽ മുല്ല, വ്യവസായ പ്രമുഖൻ യൂസഫ് അലി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നീങ്ങിയതായും പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ടീകോം പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫോണിൽ സംസാരിച്ചു. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തുകയും ഒരാളുടെ മൃതദേഹം വികൃതമാക്കുകയും ചെയ്ത പാകിസ്ഥാനോട് ഇനി പഴയ രീതിയിൽ ഇടപെടാനാകില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാജ പർവേഷ് അഷ്റഫിനെതിരെ സുപ്രീം കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. നേരത്തെ ഫെഡറൽ മന്ത്രിസഭയിൽ അംഗമായിരിക്കെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് വാറണ്ട്. പർവേസ് അഷ്റഫിനോട് നാളെ പരമോന്നത കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് 16 പേർക്കും കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉത്തരവിനെ തുടർന്ന് ജനക്കൂട്ടം പാർലമെന്റിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഐസ്ക്രീം അട്ടിമറിക്കേസിൽ സർക്കാരിന് പ്രത്യേക താൽപര്യം എന്തിനാണെന്ന് ഹൈക്കോടതി. VS അച്യുതാനന്ദന് കേസ് ഡയറി രേഖകൾ നൽകുന്നതിനെ എതിർക്കേണ്ടത് പ്രതികളാണെന്ന് പറഞ്ഞ ഹൈക്കോടതി സർക്കാരിന്റെ ഹർജി പരിഗണിക്കുന്നത് 22ലേക്ക് മാറ്റി. ഐസ്ക്രീം അട്ടിമറി കേസിൽ കേസ് ഡയറി രേഖകൾ VS അച്യുതാനന്ദന് നൽകണമെന്ന കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിൽ നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സർക്കാർ യുക്തമായ തീരുമാനമെടുക്കാൻ കോടതിയെ സഹായിക്കുകയാണ് വേണ്ടതെന്നും അതിനു പകരം പ്രത്യേക താൽപര്യം എന്തിനാണെന്നും ജസ്റ്റിസ് VK മോഹനൻ ആരാഞ്ഞു. അതേസമയം കേസ് ഡയറിയുടെ ഭാഗമായുള്ള രേഖകൾ VSന് നൽകണമെന്ന ഉത്തരവ് തെറ്റായ കീഴ്വഴക്കമാകുമെന്നും കേസ് ഡയറി രേഖകൾ ലഭിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് സർക്കാരും രേഖകൾ നൽകുന്നത് വൈകിപ്പിക്കാനാണ് സർക്കാർ ഹർജി നൽകിയതെന്ന് VSന്റെ അഭിഭാഷകനും കോടതിയെ ബോധിപ്പിച്ചു. മജിസ്ട്രേറ്റ് കോടതിക്ക് നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി പറഞ്ഞു.
ആദർശ വ്യതിയാനം ആരോപിച്ച് 2002 ISMനെ പിരിച്ചുവിട്ട് അഡ്ഹോക്ക് കമ്മിറ്റി രൂപവൽക്കരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയവർക്കുള്ള ചരിത്രപരമായ തിരിച്ചടിയാണ്. അതേ കാരണത്തിന്റെ പേരിൽ തങ്ങളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളെ പിരിച്ചുവിട്ട് വീണ്ടും അഡ്ഹോക്ക് കമ്മിറ്റി രൂപവൽക്കരിക്കേണ്ടി വന്നതിലൂടെ AP വിഭാഗം മുജാഹിദുകൾക്ക് വന്നു ചേർന്നിരിക്കുന്നതെന്ന് ISM മടവൂര് വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് UP യഹിയ ഖാനും ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കുരിയാടും പറഞ്ഞു. എന്തിന്റെ പേരിലാണ് തങ്ങളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളെ പിരിച്ചുവിട്ടതെന്ന് KNM നേതൃത്വം വ്യക്തമാക്കണം. ജിന്ന് സിഹർ വിവാദത്തിൽ പിരിച്ചുവിട്ടവരും പിരിച്ചുവിടപ്പെട്ടവരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിനെതിരായി പ്രവർത്തിച്ചവരാണ്. ജിന്ന് ചികിത്സയും പിശാചിനെ അടിച്ചിറക്കലും മാരണവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസ പ്രചാരണത്തിൽ AP വിഭാഗം മുജാഹിദുകളിലെ ഇരുവിഭാഗവും പങ്കാളികളാണെന്നിരിക്കെ വിദ്യാർത്ഥി യുവജന സംഘടനകളെ മാത്രം പിരിച്ചുവിട്ടതുകൊണ്ട് മുഖം രക്ഷിക്കാനാകില്ലെന്ന് ഇരുവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുവദിച്ച പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒഴിവാക്കിയ ഉത്തരവ് പിൻവലിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് മൈനോറിറ്റി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിന് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ആശങ്കയുളവാക്കുന്നതാണ്. പിന്നോക്കക്കാരിൽ പിന്നോക്കമാണെന്ന് സച്ചാർ കമ്മീഷൻ കണ്ടെത്തിയ സമുദായത്തെ വീണ്ടും പിന്നോട്ട് വലിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം സമിതി ആവശ്യപ്പെട്ടു. പ്രൊഫസർ KMA റഹീം അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, PTC മുഹമ്മദ് അലി മാസ്റ്റർ, ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി, VM കോയ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിനോദസഞ്ചാരികൾക്കുള്ള സേവന നികുതി ഹജ്ജ് തീർത്ഥാടകർക്കുമേൽ ചുമത്താൻ വഴിയൊരുക്കി കേന്ദ്ര വിദേശ മന്ത്രാലയം അടുത്ത 5 വർഷത്തേക്കുള്ള സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർക്കുള്ള കരട് നയം തയ്യാറാക്കി. ഹജ്ജ് തീർത്ഥാടനത്തെ സേവന നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര ധനമന്ത്രാലയം പരിഗണിക്കുന്നതിനിടയിലാണ് വിദേശ മന്ത്രാലയം ഇതിന് ഔദ്യോഗികമായ അംഗീകാരം നൽകിയത്. ഹജ്ജ് ടൂർ ഓപ്പറേഷൻ ഏതാനും ചില ട്രാവൽ ഏജന്റുമാരുടെ കുത്തകയാക്കി തീർക്കുന്ന ഇതടക്കമുള്ള വ്യവസ്ഥകളടങ്ങുന്ന പുതിയ കരട് നിർദ്ദേശം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ചില സ്വകാര്യ ഓപ്പറേറ്റർമാരുടെ കുത്തക നിലനിർത്താൻ കേന്ദ്ര വിദേശ മന്ത്രാലയം കൊണ്ടുവന്ന വ്യവസ്ഥകളാണ് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരുടെ തലയിൽ നികുതി ഭാരം കൂട്ടിവെക്കാൻ വഴിയൊരുക്കിയത്. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം സേവന നികുതി അടക്കാത്ത സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർക്ക് മേലിൽ ഹജ്ജ് കോട്ട ലഭിക്കാൻ അർഹതയില്ലെന്ന് കരട് നയം വ്യക്തമാക്കുന്നു. പ്രതിവർഷം മിനിമം 10 ലക്ഷം രൂപ തീർത്ഥാടകരിൽ നിന്ന് കമ്മീഷൻ ഈടാക്കിയവർക്ക് നിലവിലുള്ള നിയമപ്രകാരം സേവന നികുതി അടക്കാൻ കഴിയുകയില്ല. അതിനാൽ സേവന നികുതി അടക്കാത്ത നിലവിലുള്ള ചെറുകിട ഓപ്പറേറ്റർമാർ മത്സരത്തിന് യോഗ്യതയില്ലാതെ പുറത്താകും. ഹജ്ജ് തീർത്ഥാടനത്തിന് വിനോദസഞ്ചാരം പോലെ സേവന നികുതി നടപ്പാക്കുക എന്നത് വിദേശ മന്ത്രാലയത്തിന്റെ അജണ്ടയായിരുന്നില്ല. എന്നാൽ സേവന നികുതി അടച്ചവർക്ക് മാത്രമേ കോട്ടയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എന്ന് വിദേശ മന്ത്രാലയം നയം പ്രഖ്യാപിച്ചതോടെ ഈ നികുതി ഭാരവും ഹാജിമാരുടെ തലയിലാകും. ഹജ്ജ് വിനോദമല്ലാത്തതിനാൽ വിനോദസഞ്ചാരത്തിനുള്ള നികുതി ഹജ്ജ് യാത്രക്ക് ബാധകമല്ലെന്ന നിലപാടാണ് വിദേശ മന്ത്രാലയം തിരുത്തിയിരിക്കുന്നത്. ഹജ്ജ് യാത്രക്ക് ഔദ്യോഗികമായി സേവന നികുതി ചുമത്താൻ ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള നികുതി കൂടി ചുമത്തിയായിരിക്കും മേലിൽ സ്വകാര്യ ഓപ്പറേറ്റർമാർ ഹജ്ജ് യാത്രാ നിരക്ക് പ്രഖ്യാപിക്കുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ, ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ, ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. വാർത്തകൾ തുടരുന്നു.
വിശ്വപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം ദർശിക്കാൻ മർക്കസിലേക്ക് വൻ ജനപ്രവാഹം. ഈ വർഷത്തെ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുനബിയുടെ പുണ്യകേശം ഇന്നലെ വീണ്ടും പ്രദർശനത്തിന് വെച്ചത്. ലോകാനുഗ്രഹിയായ പ്രവാചക ശ്രേഷ്ഠരോടുള്ള അടങ്ങാത്ത സ്നേഹവും അതിരറ്റ ബഹുമാനവും നെഞ്ചിലേറ്റി തിരുകേശം ഒരു നോക്ക് കണ്ട് പുണ്യമെടുക്കാൻ ഞായറാഴ്ച രാത്രി തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വിശ്വാസികൾ മർക്കസിലെത്തിയിരുന്നു. ഇന്നലെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും മർക്കസിന്റെ മുഖ്യ ക്യാമ്പസും കടന്ന് വിശ്വാസികളുടെ നിര ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം നീണ്ടു. ജനബാഹുല്യം കാരണം നിശ്ചയിച്ചതിലും വൈകിയാണ് പ്രദർശനം സമാപിച്ചത്. മർക്കസ് ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന ബുർദ ആലാപനത്തിന്റെയും മൗലിദ് പാരായണത്തിന്റെയും ഈരടികൾക്കിടയിൽ പതിനായിരങ്ങൾ തിരുകേശം ദർശിച്ചു. അടുത്തുനിന്ന് തിരുകേശം ദർശിക്കാനുള്ള സൗകര്യം സംഘാടകർ ഒരുക്കിയിരുന്നു. സുബ്ഹി നിസ്കാരാനന്തരം മർക്കസ് മസ്ജിദ് ഹാമിലിയിൽ നടന്ന മൗലിദ് പാരായണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സയ്യിദ് യൂസുഫുൽ ജീലാനി വയലത്തൂർ നേതൃത്വം നൽകി. ഇതിൽ പങ്കാളികളാകാൻ എത്തിയവരെക്കൊണ്ട് പള്ളിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞിരുന്നു. പലരും പള്ളിക്ക് പുറത്താണ് നിസ്കാരം നിർവഹിച്ചത്. തുടർന്ന് സൈനുൽ ആബിദീൻ മലേഷ്യ, യൂസുഫുൽ ബുഖാരി വയലത്തൂർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ ചേർന്ന് മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിലേക്ക് പ്രദർശനത്തിനു വേണ്ടി തിരുകേശം എത്തിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം സൂക്ഷിച്ച കേരളത്തിലെ ഏക കേന്ദ്രമാണ് മർക്കസ്. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഇ സുലൈമാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സി മുഹമ്മദ് ഫൈസി, AP അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമാപന പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. പുണ്യപുരുഷന്മാരും ആത്മീയ നേതാക്കളും പകർന്നു നൽകിയ ധാർമ്മിക അധ്യാപനങ്ങളും സന്ദേശവും ജീവിതത്തിൽ പകർത്താൻ സമൂഹം തയ്യാറാകുമ്പോൾ മാത്രമേ സാംസ്കാരിക ജീവിതം സുതാര്യവും ലക്ഷ്യപൂർണവും ആകുകയുള്ളൂവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇന്നലെ മർക്കസിൽ നടന്ന ഷെയർ മുബാറക് ദർശനത്തിനെത്തിയ വൻ ജനാവലിക്ക് ആത്മീയ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ചരിത്രശേഷിപ്പുകൾക്ക് സർവ്വമതങ്ങളും പ്രാധാന്യം നൽകുന്നുണ്ട്. പൈതൃകങ്ങളെയും സാംസ്കാരിക അടയാളങ്ങളെയും അവഗണിച്ച് ഒരു സമൂഹത്തിനും മുന്നോട്ടു പോകാൻ കഴിയില്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾ ജീവിതത്തെ ധാർമ്മികമായി പരിവർത്തിപ്പിക്കുന്നതിനും ചരിത്രബോധം നൽകുന്നതിനും നിമിത്തമാണ്. വിശ്വാസത്തോടും മതാധ്യാപനങ്ങളോടുമുള്ള നിരസവും അവഹേളനവുമാണ് ധാർമ്മിക അധപ്പതനത്തിന് പ്രധാന കാരണം. ഈ ഘട്ടത്തിൽ പ്രവാചക അധ്യാപനങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിയണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. REC കമ്പനിമുക്ക് അൽഖമറിൽ ഇന്ന് അസ്മാഉൽ ബദ്ർ മജ്ലിസും പുണ്യ റബീഉ വരവേൽപ്പും നടക്കും. മഗ്രിബ് നിസ്കാരാനന്തരം ആരംഭിക്കുന്ന പരിപാടിക്ക് സയ്യിദ് സ്വാലി തുറാബ് അസ്സഖാഫി നേതൃത്വം നൽകും. AP അൻവർ സാദിഖ് സഖാഫി പ്രഭാഷണം നടത്തും. തുടർന്ന് ഖമറെ മദീന സംഘത്തിന്റെ മൗലിദ് ആസ്വാദന സദസ്സ് അരങ്ങേറും. ഷമീർ അസ്ഹരി, നൌഷാദ് സഖാഫി, അസ്ലം സഖാഫി, ഷുഐബ് സഖാഫി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. താമരശ്ശേരി ബുസ്താനാബാദ് മുജമ്മഉ സഖാഫത്തിൽ ഇസ്ലാമിയുടെ കീഴിൽ ഷാഹെ ആലം മീലാദ് ക്യാമ്പയിൻ ആരംഭിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം സി മുഹമ്മദ് ഫൈസി നിർവഹിച്ചു. സയ്യിദ് മുല്ലക്കോയത്തങ്ങൾ പതാക ഉയർത്തി. സയ്യിദ് മഷ്ഹൂർ ആറ്റക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ സഖാഫി, ഇമ്പിച്ചമദ് ഹാജി, അബ്ദുറഹ്മാൻ കുട്ടി, നൌഫൽ സഖാഫി, യൂനുസ് ഹസനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി സ്നേഹസംഗമം, പ്രവാസി സംഗമം, പ്രഭാഷണം, ബുർദ ആസ്വാദനം, അയൽപ്പക്ക സംഗമം, പേരന്റ്സ് മീറ്റ്, ദവ, മദ്രസ വിദ്യാർത്ഥി ഫെസ്റ്റ്, ബഹുജന റാലി തുടങ്ങിയവ സംഘടിപ്പിക്കും. കോഴിക്കോട് വെള്ളയിൽ കസ്റ്റംസ് റോഡിലെ ബദവി മഖാം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. അസർ നിസ്കാരത്തിന് ശേഷം സയ്യിദ് മുർത്തള തങ്ങൾ പതാക ഉയർത്തി. മഗ്രിബിന് ശേഷം ബുർദയും മൗലിദ് പാരായണവും നടക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വിവിധ പരിപാടികളിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് തുറാബ് തങ്ങൾ, പകര മുഹമ്മദ് ഹസനി, UK മുഹമ്മദ് അലി മുസ്ലിയാർ, UK അബ്ദുൽ മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുക്കും. കിനാലൂർ ഹിദായ നഗറിൽ അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടിയുടെ നൂറെ മദീന നബിസ്നേഹ പ്രഭാഷണങ്ങൾക്ക് തുടക്കമായി. മർക്കസുൽ ഹിദായ എഡ്യൂക്കേഷണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടി SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫഖി പ്രാർത്ഥന നടത്തി. സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഇല്യാസ് സഖാഫി പതാക ഉയർത്തി. KH കോയ ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രവാചകത്വ ലബ്ധി എന്ന വിഷയത്തിൽ അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി മുഖ്യ പ്രഭാഷണം നടത്തി. അബ്ദുൽ മജീദ് സഖാഫി കൂട്ടൂർ, മുട്ടാഞ്ചേരി അഹമ്മദ് കുട്ടി സഖാഫി, റഷീദ് സഖാഫി വൈലാങ്കര, അബ്ദുൽ നാസർ സഖാഫി മലേഷ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ബുർദ മജ്ലിസിന് അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം നേതൃത്വം നൽകി. മുഹമ്മദ് അലി കിനാലൂർ സ്വാഗതവും അബ്ദുൽ സലീം മുസ്ലിയാർ നന്ദിയും പറഞ്ഞു. ഇന്ന് വൈകിട്ട് 6:30 ആരംഭിക്കുന്ന പരിപാടിയിൽ സയ്യിദ് അബ്ദുസബൂർ ബാഹസൻ അവേലം മുഖ്യാതിഥിയായിരിക്കും.
മുഹീസുന്ന അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്ത ദർസ് ശരീഅത്ത് കോളേജുകളിലെ മുദരിസുമാരുടെ സംഗമവും പരിശീലനവും ഇന്നുച്ചക്ക് മഞ്ചേരി ജാമിയ ഹിക്കമിയയിൽ നടന്നു. മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കൽ ഇസ്മായിൽ ബാഖവി അധ്യക്ഷത വഹിച്ചു. പല്ലാട് ഹംസ ബാഖവി, കൊളത്തൂർ അലവി സഖാഫി ക്ലാസ് എടുത്തു. സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി SSF കുന്നമംഗലം ഡിവിഷൻ പ്രതിജ്ഞാ സമ്മേളനം ഇന്ന് കൊടിയത്തൂരിൽ നടക്കും. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഇ യക്കൂബ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ SSF നടത്തുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായാണ് പ്രതിജ്ഞാ സമ്മേളനം. SSF ജില്ലാ ക്യാമ്പസ് സെക്രട്ടറി MT ശിഹാബുദ്ദീൻ സഖാഫി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 മാസത്തിനകം തുടങ്ങുമെന്ന് ഡയറക്ടർ ബോർഡ് യോഗം. പാകിസ്ഥാന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ശക്തമായ മുന്നറിയിപ്പ്. ഐസ്ക്രീം കേസ് സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. തിരുകേശം ദർശിക്കാൻ മർക്കസിലേക്ക് വൻ ജനപ്രവാഹം. സമൂഹ നിർമ്മിതിയിൽ സാംസ്കാരിക അടയാളങ്ങൾക്കുള്ള പങ്ക് പ്രധാനമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിന്റെ പിളർപ്പ് അനിവാര്യമായ തിരിച്ചടിയാണെന്ന് മുജാഹിദ് മടവൂർ വിഭാഗം. കോഴിക്കോട് ബദവിമക്കം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. സ്കോളർഷിപ്പ് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയത് പിൻവലിക്കണമെന്ന് മൈനോറിറ്റി വെൽഫെയർ അസോസിയേഷൻ. ഇതോടെ KMC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmcnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.